യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിഡുവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചന ചിന്തകൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്നത് നമ്മൾ നേരിടുന്നതായ വലിയൊരു യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും ദൈവമായി സ്വീകരിച്ച ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ഉണ്ടാകുന്ന യുദ്ധം, ആത്മീയമായ യുദ്ധം, ആത്മീയമായ പോരാട്ടം, അത് വളരെ യാഥാർത്ഥ്യമാണ് എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മോട് പറയുന്നുണ്ട്. പല ആളുകളും ചിന്തിക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും കുറവുകളാണോ, എൻ്റെ പ്രശ്നങ്ങളാണോ ഈ ആത്മീയ പോരാട്ടങ്ങൾക്കൊക്കെ കാരണം? നമ്മുടെ ജീവിതത്തിൽ യാതൊരു കുറവുകളും യാതൊരു പ്രശ്നങ്ങളും ഇല്ലെങ്കിലും നമുക്ക് ആത്മീകമായ ഒരു യുദ്ധമുണ്ട് എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. കാരണം നമുക്ക് ഒരു പ്രതിയോഗി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ യുദ്ധമുള്ളത്. അപ്പോസ്തലൻ പത്രോസ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാചെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഈ ഭൂമിയിൽ ദൈവഗത പ്രകാരം ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴും ആത്മീകമായ ഒരു പോരാട്ടം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് ദൈവത്തിന്റെ വചനം നമ്മെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവം നമുക്ക് തരുന്നതായ വാഗ്ദത്തം, ദൈവം നമുക്ക് തന്റെ ആയുധവർഗങ്ങൾ തന്നെ, താൻ ധരിച്ചിരിക്കുന്നതായ സർവായുധവർഗം തന്നെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. ബൈബിൾ ചരിത്രത്തിലുടനീളം നമ്മൾ നോക്കിയാൽ ദൈവം എപ്രകാരമാണ് തന്റെ ജനത്തിനു വേണ്ടി രാജ്യങ്ങളെ കീഴടക്കിയത്, ദൈവം എപ്രകാരമാണ് തന്റെ ജനത്തിനു വേണ്ടി അവർക്കെതിരെ കടന്നു വരുന്നതായ മന്ത്രവാദികളാകട്ടെ, ആഭിചാരകന്മാരാകട്ടെ, മറ്റ് രാജ്യങ്ങളാകട്ടെ, ശത്രുക്കളാകട്ടെ, അവരെല്ലാം തോൽപ്പിച്ചത് എങ്ങനെയാണെന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. അതുപോലെ മുമ്പിൽ അവർക്ക് തടസ്സമായി വരുന്നതായ ചെങ്കടൽ പോലുള്ള, മരുഭൂമി പോലുള്ളതായ സാഹചര്യങ്ങളിൽ ദൈവം എപ്രകാരം അവരെ വഴി നടത്തിയെന്നും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ സർവായുധ വർഗധാരിയായ അതേ ദൈവം തന്നെ നമ്മോട് പറയുന്നു, ഞാൻ നിങ്ങളെ ഈ സർവായുധ വർഗത്താൽ അനുഗ്രഹിച്ചിരിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോൾ അവിടെ താൻ കാണുന്നതായ പടയാളികളുടെ ആ പടച്ചട്ടകളെ കണ്ടുകൊണ്ട്, അവർ ധരിച്ചിരിക്കുന്നതായ ആ ആയുധവർഗങ്ങളെ കണ്ടുകൊണ്ട് അപ്പോസ്തലൻ പൗലോസിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് പറയുന്നു, നമുക്കും ദൈവം അതേപോലെയുള്ള ആത്മീക ആയുധങ്ങൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് ദൈവം നമുക്ക് തരുന്നതായ സത്യം എന്ന അരക്കെട്ട്, ബെൽറ്റ് ഓഫ് ട്രൂത്ത് എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും അത് ബോധ്യമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവചനം ആകുന്ന ആ സത്യം എന്ന അരക്കെട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഈ സത്യമാകുന്ന ഈ ദൈവത്തിന്റെ വചനം നമ്മൾ എപ്പോഴും ധരിക്കേണ്ടത് ആവശ്യമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം, ദൈവവചനത്തിൽ നമ്മളോട് ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിച്ചിരിക്കുന്നതായ ഉപദേശങ്ങൾ, എപ്രകാരം നമ്മൾ ആയിരിക്കണം, എപ്രകാരം നമ്മൾ നടക്കണം, മറ്റുള്ളവരോടുള്ള നമ്മുടെ സമീപനം, ഇതെല്ലാം തന്നെ നമ്മൾ ഗ്രഹിച്ചറിഞ്ഞ് അതിൻ പ്രകാരം നാം ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. എത്രത്തോളം ഈ ബെൽറ്റ് പ്രാധാന്യമുണ്ട് എന്നുള്ളതും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചല്ലോ. ഒരു പടയാളിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആദ്യം ധരിക്കുന്നത് ബെൽറ്റാണ്. നമ്മുടെ ജീവിതത്തിൽ ആദ്യം ധരിക്കേണ്ടത്, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമ്മൾ ഗ്രഹിക്കേണ്ടത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനം നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ മറ്റെല്ലാ ആയുധങ്ങളെയും നമ്മളോട് ചേർത്ത് നിർത്തുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. എന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന ആളുകളോടെല്ലാം ഞാൻ പറയാറുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു വിടുതൽ ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളൊരു അനുഗ്രഹം ആഗ്രഹിക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ വചനം കേൾക്കണം. പക്ഷെ ആളുകൾക്കെല്ലാം ആവശ്യം ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഡെലിവറൻസ് ആണ്, പെട്ടെന്നൊരു വിടുതൽ ഉണ്ടാകുക. പക്ഷെ ദൈവത്തിന്റെ വചനമാണ് നമ്മെ വിടുവിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്താ പറയുന്നത്? നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്രകാരം ഈ വചനമാകുന്ന ആ അരക്കെട്ട്, സത്യമെന്ന അരക്കെട്ട് നമ്മൾ ധരിച്ചാൽ അടുത്തതായിട്ട് നമ്മൾ ധരിക്കേണ്ടത് നീതിയുടെ കവചമാണ്. നീതി എന്ന കവചം, ദ ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് റൈച്ചസ്നെസ്, അതാണ് നമ്മൾ ധരിക്കേണ്ടത്. എന്താണ് ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നത്? നമ്മൾ എഫീസ്യ ലേഖനം 6-14 ഇങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചു. എന്താണ് നീതി? നീതി എന്ന
പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുന്നതാണ് നീതി എന്നുള്ളതാണ്. നമ്മൾ ഒരു കാര്യം ചെയ്തു, യെസ്, ഞാൻ ആ കാര്യം ചെയ്തതുകൊണ്ട് എനിക്ക് നീതി തരണം, അല്ലെങ്കിൽ ഞാൻ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് ഞാൻ പ്രതിഫലത്തിന് ഈ വിധമായ നന്മകൾക്കെല്ലാം ഞാൻ അർഹനാണ് എന്ന് പലപ്പോഴും മനുഷ്യൻ പറയുന്നുണ്ട്. ഈ ആത്മീയമായ വിഷയത്തിൽ പോലും പലപ്പോഴും മനുഷ്യൻ ആശ്രയിക്കുന്നത് സ്വന്തം നീതിയാണ്. ഉദാഹരണത്തിന്, നേർച്ചകൾ നേരുമ്പോൾ നമ്മൾ പറയുന്നു, യെസ്, ഞാൻ ഇങ്ങനെ ചെയ്താൽ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ ഉപവസിച്ചാൽ, പ്രാർത്ഥിച്ചാൽ അത് നമ്മുടെ നീതിയായി മാറരുത്. അതേപോലെ തന്നെ മലകൾ കയറുന്നത്, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നത്, ഇതൊക്കെ മനുഷ്യൻ ദൈവത്തിന് മുമ്പാകെ തന്റെ നീതിയെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. നിർഭാഗ്യവശാൽ പറയട്ടെ, ക്രിസ്ത്യാനികൾ എന്ന പേര് പറയുന്നവർ പോലും കർത്താവ് യേശുക്രിസ്തുവിന്റെ നീതിയെ ആശ്രയിക്കേണ്ടവരായ ആളുകൾ തങ്ങളുടെ സ്വന്തം നീതി അവരുടെ അധ്വാനങ്ങളിലൂടെ അവർ നിർവഹിക്കാൻ നോക്കുമ്പോൾ വളരെ നിരാശ തോന്നും. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഒരു പുണ്യസ്ഥലവും സന്ദർശിക്കേണ്ട. നിങ്ങൾ യാതൊന്നും നിങ്ങളുടെ ശരീരം കൊണ്ട് നിങ്ങൾ കിടന്ന് ഉരുളുകയോ നീന്തുകയോ ഏതെങ്കിലും നേർച്ചയോ നിങ്ങൾ നൽകണ്ട. കാരണം ദൈവത്തിനു മുമ്പാകെ നമ്മൾ ഇതെല്ലാം ചെയ്ത് ദൈവത്തോട് പറയുകയാണെന്നിരിക്കട്ടെ, ദൈവമേ, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ഈ പള്ളിക്ക് ചുറ്റും ഞാൻ ഉരുണ്ടു, ഞാൻ ഇന്ന മല കയറി, ഞാൻ ഇന്ന സ്ഥലങ്ങളിൽ പോയി, ഞാൻ യെരൂശലേമിൽ പോയി, ഇസ്രായേലിൽ പോയി, വിശുദ്ധ നാട് സന്ദർശിച്ചു, എന്നെ സഹായിക്കണമേ, ഞാൻ പള്ളിക്ക് വലം വെച്ചു, ഞാൻ ഇന്ന പോലെ ഞാൻ പള്ളിക്ക് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നിങ്ങളുടെ നീതി നിങ്ങൾ ആ ചെയ്തത് ദൈവം അംഗീകരിക്കുമെന്ന്? ദൈവം എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പറയുന്നു, നമ്മുടെ നീതി പ്രവൃത്തികളെല്ലാം തന്നെ കറ പുരണ്ട തുണി പോലെ എന്ന് പറഞ്ഞാൽ ദൈവം അത് അംഗീകരിക്കില്ല. എവിടെങ്കിലും പോകുന്ന സമയത്ത് നമ്മൾ നമ്മുടെ അലമാരയിൽ നിന്നും നല്ല വസ്ത്രം എടുക്കുന്നു, നമ്മൾ അയൺ ചെയ്യാൻ വേണ്ടി തുടങ്ങുമ്പോൾ പെട്ടെന്നാണ് നമ്മൾ കാണുന്നത് നമ്മുടെ കോളറിന്റെ ഭാഗത്ത് ഒരു കറ. നമ്മൾ സാരമില്ല എന്ന് പറഞ്ഞിടുവോ? ഇല്ല. നമ്മൾ പറയുന്നു, ഷർട്ട് എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഈ കറയുള്ളിടത്തോളം കാലം ഇതെനിക്ക് അക്സെപ്റ്റബിൾ അല്ല, ഞാൻ ഈ വസ്ത്രം ധരിക്കില്ല. ഒരുപക്ഷെ ഇന്നലെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു വസ്ത്രമായിരിക്കാം, പക്ഷേ ഇതിൽ കറയുള്ളിടത്തോളം കാലം എനിക്ക് ഇത് ധരിക്കുവാൻ കഴിയത്തില്ല എന്ന് പറയുന്ന പോലാണ് പാപിയായ ഒരു മനുഷ്യൻ. അവൻ എത്രത്തോളം നീതി പ്രവർത്തികൾ ചെയ്താലും, അന്നദാനം ചെയ്താലും, വസ്ത്രങ്ങൾ കൊടുത്താലും, ചാരിറ്റി ചെയ്താലും, എന്ത് ചെയ്താലും ദൈവത്തിനു മുമ്പാകെ നമ്മൾ പാപിയായിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പുണ്യപ്രവർത്തികൾ, നമ്മുടെ പ്രവർത്തികളും അത് അക്സെപ്റ്റബിൾ അല്ല. നമ്മുടെ പ്രവർത്തികളും അത് ദൈവത്തിനു മുമ്പാകെ സ്വീകാര്യമല്ല. അപ്പോൾ ചോദിക്കാം, ആരുടെ പ്രവൃത്തിയാണ് ദൈവം സ്വീകരിക്കുന്നത്? ആരുടെ പ്രവൃത്തികൾ ദൈവം സ്വീകരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിനെ നമുക്കായി ദൈവം നൽകിയത് നമ്മുടെ സ്ഥാനത്ത് യേശുക്രിസ്തു ഒരു നീതിയാകാൻ വേണ്ടിയാണ്. അവന്റെ പ്രവൃത്തികൾ നമ്മെ നീതീകരിക്കാൻ വേണ്ടിയാണ്. ഇന്ന് ഒരു വ്യക്തി വിശ്വസിക്കുന്നു എന്ന് കരുതുക, യേശുക്രിസ്തു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാണ് മരിച്ചത്, എന്റെ വിടുതലിന് വേണ്ടിയാണ്, എന്റെ രോഗസൗഖ്യത്തിന് വേണ്ടിയാണ്, എന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് യേശു മരിച്ചതെന്ന് ഒരു വ്യക്തി വിശ്വസിച്ചാൽ, ആ മരണം യേശുക്രിസ്തുവിന്റെ ആ പ്രവൃത്തി ആ വിശ്വസിക്കുന്നവന്റെ പ്രവൃത്തിയായിട്ട് മാറും. ദൈവത്തിനു മുമ്പാകെ നമ്മൾ കടന്നു ചെല്ലുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിലും അവനെ ആശ്രയിച്ചുമാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ നീതി നമ്മിലേക്ക് കണക്കിട്ട് ദൈവം നമ്മളെ സ്വീകരിക്കാനിടയായി തീരും. ഇതാണ് നീതി എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മുടെ നീതി പ്രവൃത്തികൾ നമ്മെ രക്ഷിക്കുകയില്ല. അങ്ങനെയാണെങ്കിൽ സാത്താനോടുള്ള ആ യുദ്ധത്തിൽ, ആ പോരാട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല നമുക്ക് സാത്താനെ വിജയിപ്പാൻ കഴിയുന്നത്. പല ആളുകൾ ചിന്തിക്കാറുണ്ട്, അതെ, എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്, ഞാൻ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്, ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ദൈവം എന്നെ സഹായിക്കും. നോ, ഇല്ല. നമ്മുടെ ജീവിതത്തിൽ അനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകാം, പക്ഷെ ആ അനുഭവങ്ങൾ നമുക്ക് സന്തോഷം പകരുവാനും ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വളരെ ദൈവത്തോട് സ്നേഹം ഉണ്ടാകുവാനൊക്കെ സഹായിക്കുന്നതായ അനുഭവങ്ങളായിരിക്കാം. പക്ഷെ അനുഭവങ്ങളല്ല, ദൈവത്തിന്റെ നീതിയാണ് നമ്മെ വിടുവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ധരിക്കേണ്ടതായ ഒന്നാണ് ഈ നീതി എന്നതായ കവചം. കവചത്തിന്റെ പ്രത്യേകത, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഓർഗൻസ്, അതിനെ സംരക്ഷിക്കുന്നതാണ് കവചം എന്ന് പറയുന്നത്.
ഇതേപോലെ തന്നെ കർത്താവ് യേശുക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസം, യേശുക്രിസ്തു എനിക്ക് വേണ്ടി നീതിയായി തീർന്നു എന്ന ഒരു വ്യക്തി വിശ്വസിച്ച് ആ ഒരു കോൺഫിഡൻസിൽ ആ വ്യക്തി, ആ ഒരു ആത്മവിശ്വാസത്തിൽ ആ വ്യക്തി ആയിരിക്കുമ്പോൾ ഒരു പിശാചിനും നിന്റെ നേരെ കടന്നു വരുവാൻ കഴിയത്തില്ല. കാരണം നീ അത്രയ്ക്ക് ആത്മവിശ്വാസവും ധൈര്യവും വിശ്വാസമുള്ളവനായിരിക്കും. യേശുക്രിസ്തുവിനെ നീതി പ്രകടമാക്കുന്ന ഒരു വ്യക്തിയെ പോലും പിശാചിന് തൊടുവാൻ കഴിയത്തില്ല. അപ്പോസ്തലനായ പൗലോസ് എഴുതിയ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, നിങ്ങളോ അവനാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തുവേശുവിലാണ് ഇരിക്കുന്നത്. അതായത് പിതാവായ ദൈവം നമ്മെ നോക്കുമ്പോൾ യേശുക്രിസ്തുവിലൂടെയാണ് ദൈവം നമ്മെ കാണുന്നത്. അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇതെല്ലാം നമ്മളിൽ നിന്ന് ദൈവം ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഏതൊക്കെയാ? ജ്ഞാനം, നീതി, അതായത് ദൈവവചനത്തെക്കുറിച്ചുള്ള ജ്ഞാനം, ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, നീതി, അത് ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നു. ശുദ്ധീകരണം ആഗ്രഹിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അതുപോലെ വീണ്ടെടുപ്പ്, നമ്മൾ പാപത്തിൽ നിന്നും വീണ്ടെടുക്കപ്പെടണം, ദൈവത്തിന്റെ പൈതലായി തീരണം. ഇതൊന്നും തന്നെ നമ്മൾ സ്വയം ശ്രമിച്ചാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല. ഒരുപക്ഷെ നമുക്ക് സ്വയം ചെയ്യാൻ കഴിയുമെന്ന് നമുക്ക് ഉത്തമമായ വിശ്വാസമുണ്ടാകാം. പക്ഷെ അങ്ങനെ ചെയ്തു എങ്കിൽ പോലും ദൈവത്തിന് മുമ്പാകെ അത് സ്വീകാര്യമല്ല. കാരണം വി ആർ സിന്നേഴ്സ്, നമ്മൾ പാപികളായതുകൊണ്ട്. പക്ഷെ നമ്മൾ പ്രയാസപ്പെടേണ്ട. കർത്താവ് യേശുക്രിസ്തു ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഇത് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ എപ്പോഴും ഈ കവചം ധരിച്ചുകൊണ്ടിരിക്കും. നിന്നെ ആക്രമിക്കുവാൻ പിശാചിന് കഴിയത്തില്ല. കാരണം നീ കർത്താവായ യേശുക്രിസ്തുവിൽ ഇരിക്കുന്നു. ഈ 1 കൊരിന്ത്യർ 1-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ പറയുന്നത് പോലെ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ ഒരു വലിയ ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകണം. അതിനാൽ നമുക്ക് ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മൾ പിശാചിനെ പേടിക്കേണ്ട കാര്യമില്ല. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, യേശു ഞങ്ങൾക്ക് വേണ്ടി നീതിയും വീണ്ടെടുപ്പും ജ്ഞാനവും കർത്താവേ ഞങ്ങളുടെ സമാധാനം എല്ലാം ആയതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് അവന്റെ നീതിയിൽ ഞങ്ങൾ ആശ്രയിപ്പാൻ, ഞങ്ങളുടെ നീതിയല്ല, ഞങ്ങളുടെ നീതിയിൽ ഞങ്ങൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. കർത്താവെ, നിന്റെ നീതിയിൽ ഞങ്ങൾ ആശ്രയിപ്പാൻ, നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തിയിൽ ഞങ്ങൾ വിശ്വസിപ്പാനും അതിനുമേൽ ഉറച്ചു നിൽപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു ഓൾ.